30 ദിവസത്തിനുള്ളിൽ നെതർലാൻഡ്സിലേക്ക് ഒരു ജോലിക്കായി പോകാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് പെർമിറ്റ് പോലും ഇല്ലാതെ. അതെ ഗൈസ്, നെതർലാൻഡ്സിൽ ഇപ്പോൾ വന്നേക്കുന്ന ലേബർ ഷോർട്ടേജിൻ്റെ ഭാഗമായിട്ട് 12,000+ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്പോൺസർഷിപ്പ് കമ്പനീസ് ഇൻ്റർനാഷണലി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ അവരിപ്പോൾ ഹയറിങ് നടത്തുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഇത് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്കിൽഡ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി, ഫിനാൻസ്, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ് ഈ സെക്ടേഴ്സിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ലേബർ ഷോർട്ടേജിൻ്റെ ഭാഗമായിട്ട് നെതർലാൻഡ്സ് ഗവൺമെൻറ് നടത്തുന്ന ഒരു സ്കീമാണ് ഹൈലി സ്കിൽഡ് മൈഗ്രൻ്റ് വിസ. അപ്പം ഈ വിസയിലൂടെ അപ്ലൈ ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു റെസിഡൻസ് പെർമിറ്റ് കിട്ടുന്നതോട് തന്നെ നമുക്ക് നെതർലാൻഡ്സിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയും അവിടെ ജോലി ചെയ്യാവുന്നതുമാണ്. അപ്പം ഈ ഹൈലി സ്കിൽഡ് മൈഗ്രൻ്റ് വിസയ്ക്ക് ഏകദേശം 2 വീക്സിൻ്റെ കാലയളവേ ഉള്ളൂ. ഈ 2 വീക്സിനുള്ളിൽ നമുക്ക് അപ്രൂവൽ അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടും. അതായത് വർക്ക് പെർമിറ്റിൽ അല്ലെങ്കിൽ വർക്ക് വിസയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ നീണ്ട കാലയളവിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം യൂറോപ്പിലേക്കൊക്കെ ജോലി നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് നെതർലാൻഡ്സ് അല്ലെങ്കിൽ നെതർലാൻഡ്സിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെതർലാൻഡ്സ് ഒരു യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ ഹൈ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഇംഗ്ലീഷ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രിയാണ്. അവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് വളരെയധികം നല്ലതാണ്. പിന്നെ ഫാസ്റ്റ് വിസ പ്രോസസ്സാണ്. മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് ഈ നെതർലാൻഡ്സിലേക്കുള്ള വിസ പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റാണ്. അതുപോലെ തന്നെ PR ഓപ്പർച്യൂണിറ്റീസും കുറച്ച് ഹൈ ആണ് അവിടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നെതർലാൻഡ്സ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള 12,000+ സ്പോൺസർഷിപ്പ് കമ്പനീസ് ഉണ്ട്. അപ്പം നമ്മുടെ ജോലിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെൽക്കം ടു NL എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. അത് ഞാൻ നിങ്ങളൊരു സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ കാണിക്കാം. അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കമ്പനീസും അവിടെ വിസിബിൾ ആണ്. നിങ്ങൾക്ക് ആ സൈറ്റ് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെൽക്കം ടു NL എന്നാണ് അവരുടെ സൈറ്റിൻ്റെ പേര്. വെൽക്കം ടു NL എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ആ പേജിലേക്ക് എത്താം. ഇതാണ് അവരുടെ ഹോം പേജ്. അപ്പം ഇത് നെതർലാൻഡ്സ് ഗവൺമെൻറ് ഒഫീഷ്യൽ ജോബ് പോർട്ടലാണ്. എന്ത് ഹയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ഇതിൽ ജോബ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ കമ്പനീസ് ഉണ്ട്, ഇൻ്റർനാഷണലി അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നെതർലാൻഡ്സ് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ലിസ്റ്റ് എല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ നമ്മുടെ ഏത് മേഖലയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇൻഡസ്ട്രീസ് നമ്മളുടെ മേഖല അത് നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ആ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഓപ്പൺ ആണെന്നും നമുക്ക് കാണാം. അതുകൂടാതെ നമ്മൾക്ക് വേണ്ട അറിയാവുന്ന കമ്പനീസ് ഇവിടെ സെർച്ച് ചെയ്ത് എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിതിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷനുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പനീസ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് ആ കമ്പനിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് നമുക്കൊരു ജോബ് ഓഫർ ലെറ്റർ കിട്ടണം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഈ റെക്കഗ്നൈസ്ഡ് കമ്പനി, അതായത് നമുക്ക് ജോബ് ഓഫർ ലെറ്റർ തന്ന കമ്പനി നമുക്ക് വേണ്ടിയിട്ട് നെതർലാൻഡ്സ് ഗവൺമെൻറ്റിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. നമ്മളല്ല അപ്ലൈ ചെയ്യുന്നത്, ആ കമ്പനി, ആ എംപ്ലോയറാണ് നമുക്ക് വേണ്ടിയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. കാര്യം ഇത് ഹൈലി സ്കിൽഡ് മൈഗ്രൻ്റ് വിസ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് തന്നെ എംപ്ലോയർ നമുക്ക് വേണ്ടിയിട്ട് വിസയ്ക്ക് നെതർലാൻഡ്സ് ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്യണം. സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ 2 വീക്സിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരും. വിസയ്ക്ക് അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ട് വരും. അപ്രൂവലോ അല്ലെങ്കിൽ റിജക്ഷനോ നമുക്ക് 2 വീക്സിനുള്ളിൽ തന്നെ വരും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എൻറ്റയർലി കിട്ടും. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീലൊക്കേഷൻ. നമ്മൾ അപ്രൂവൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ നെതർലാൻഡ്സിൽ പോവുകയും ജോലി ചെയ്യാവുന്നതുമാണ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻഫോർമേറ്റീവ് കണ്ടന്റിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.